വള്ളുവനാട്ടിലെ ഓണം അത് വേറൊരു തരത്തിലുള്ള ഓണമാട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല. അനുമോദ് അത് വിശദീകരിക്കും. കാരണം അനുമോദ് അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. ഞാൻ ആദ്യം തൊട്ട് അനുമോദിന്റെ ഓണാഘോഷങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. കാരണം അനുമോദ് അത്രയും നേരിട്ട് ഇടപഴകുന്നതുകൊണ്ടാണ് അനുമോദ് പറഞ്ഞു തരും. അനുമോദേ, അങ്ങനെ വള്ളുവനാട്ടിലെ ഓണത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും ഓണാശംസകള്. അപ്പൊ പറഞ്ഞോ, വള്ളുവനാട്ടിൽ എന്താണ് വിശേഷം ഓണത്തിന്? എന്തോ അല്ല, ഞാൻ ഈ ബാക്കി തള്ളുന്നുണ്ടോ നോക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും ഞാൻ തള്ളിക്കോളാം ബാക്കി. അപ്പോ എല്ലാ കൊല്ലത്തെയും പോലെ നമ്മൾ ഓണം ആഘോഷത്തില് ആദ്യ അല്ല, അവന്റെ ഭാഗത്ത് നിന്ന് ഓണ തള്ളുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് ആ തള്ളു ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഓണം അങ്ങനെ നമ്മളെ മുറ്റത്തെത്തി നിൽക്കുകയാണ്. നമുക്ക് എന്നെ കാണുന്നതിനേക്കാൾ നല്ലത് ഓണത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ആദ്യം പോവാം. ഇവിടെ ഈ മാവേലിയെ പൂജിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ തൃക്കാക്കരയിലെ പൂജിക്കുന്നത് പോലെയല്ല. ഇവിടെ ഓരോ വീട്ടിലും മഹാബലിയുടെ പ്രതിരൂപം മണ്ണിൽ തീർത്ത് അതിന് നമ്മൾ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കാലങ്ങളായിട്ട് അച്ഛൻ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. മഹാബലിക്ക് രാവിലെ അടയും പഴവും എല്ലാം നേദിക്കുന്ന ഒരു ചടങ്ങാണ്. അത് ചടങ്ങ് എന്ന് വെച്ചാൽ എന്താണോ ആ വീട്ടിലെ പ്രധാനപ്പെട്ട വിഭവം അത് മഹാബലിക്ക് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തൊക്കെയാ പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാ ഇതിലേക്കൊന്ന് പറയൂ. സാധാരണ അതുപോലെ നമ്മൾ അപ്പം അട തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിവേദിക്കുക. മഹാബലിയും ഒപ്പം തന്നെ വാമനമൂർത്തിയാണ് അവിടെ ആദരിച്ചിരുത്തുന്നത്. അപ്പോൾ അവരെ വേണ്ട പോലെ ഉപചരിച്ച് ഇരുത്തി നമ്മൾ പൂജ കഴിക്കുക, സ്വീകരിക്കുക. ഇവിടെ ഇപ്പോൾ ഒന്ന് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനനാണ്. അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ഇതിലാണ്, വൈഷ്ണവം. ഇത് ശൈവരൂപത്തിലാണ് മഹാബലിയെ നമ്മളിവിടെ ആരാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശിവലിംഗ രൂപത്തിലുള്ള വിഗ്രഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ അവിടുന്ന് വന്നിട്ടുള്ള മന്ത്രിപ്രമുഖന്മാരും തുടങ്ങിയിട്ടുള്ളവരാണ് മഹാബലിയുടെ ഒപ്പം വന്നിട്ടുള്ള. മുമ്പത്തെ ഒരു കാലത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തൃക്കാക്കരയാണ് ഓണത്തിൻ്റെ തുടക്കം കുറിച്ചെന്ന് പറയുന്നത്. അതായത് 64 ദേശങ്ങളോട് കൂടിയതായിരുന്നു ഇത്ര അവിടെ. അപ്പോൾ അന്നത്തെ ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് ഈ ദേശവാഴികളുടെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി രാജഭരണത്തിനെ പറ്റി പുതിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു കൂട്ടിയിരുന്നത് ഇതായിരുന്നു, സദസ്സായിരുന്നു ഇത്ര പണ്ട്. അത് കുറേ കാലം നടന്നു. പിന്നെ അവസാനം തനിക്ക് ദാവായ സമയത്ത് അവസാനം രാജാവ് കൽപ്പിച്ചു, ഇനി എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഇതേപോലെ ഈ 10 ദിവസം ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം മുതലുള്ള 10 ദിവസം ഇങ്ങനെ ആഘോഷിച്ചാൽ മതി. അതിന് മണ്ണിലോ മരത്തിലോ പ്രതിമ ഉണ്ടാക്കിയിട്ട് മഹാബലി സങ്കല്പത്തിൽ പൂജ കഴിച്ചോളൂ എന്ന് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ പൂജ അതാത് ജാതിമതഭേദമന്യേ ചെയ്തു. നമ്മൾ ആദ്യം മുതൽക്ക് ഹൈന്ദവ ആചാരപ്രകാരമാണ് ഈ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളൊക്കെ പൊതുവായിട്ട് എല്ലാവരും ജനകീയതയോടുകൂടി അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതായത് ഇതിനോട് കൂടിയുള്ള കളികൾ, ഭക്ഷണത്തിൻ്റെ കാര്യം, സദ്യ ഒരുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവരെയും ഓണാഘോഷമായിട്ട് ജനകീയമായും കൊണ്ട് മാറി. മുമ്പ് അതൊക്കെ വെച്ചിരുന്നു. ഇന്നിപ്പോൾ കൂടുതലൊന്നും ഇയാളിലേക്ക് അത്രയൊന്നും കൂടുതൽ വെച്ചിട്ടില്ല. പണ്ട് അവിടുന്ന് അവർ പരിവാര സമേതം വരുമ്പോൾ എല്ലാവരെയും വൃദ്ധജനങ്ങളും കുട്ടികളടക്കം എല്ലാവരെയും പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ അതെ അത് വേണ്ടിയാണ് ഒന്ന് വെച്ചിരുന്നത്. നമ്മുടെ ചുറ്റുപട്ടാളം ഇതെല്ലാം ഈ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലാണ്. പക്ഷെ അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഓണത്തിനെ പറ്റി പറയാനുള്ളത്? എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് നല്ലൊരു ദിവസം മനസ്സിൽ വിചാരിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ പൂവേ വിളിക്കുന്ന പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ
ബോലി പൂവേ ബോലി പൂവേ ബോലി പൂവേ പൂവേ ബോലി പൂവേ ബോലി പൂവേ ബോലി പൂവേ. അതാണ് പൂവിളി അല്ലേ? അപ്പോൾ അതാണ് എൽദോ സൈറ നമ്മളിവിടുത്തെ ഈ ഓണാഘോഷത്തിൻ്റെ വിശ്വാസവും അതിൻ്റെ ഒരു രീതികളൊക്കെ. പൂപ്പൊലി വിളിച്ചുകൊണ്ട് മഹാബലിക്ക് അടയും പഴവും മറ്റ് വിഭവങ്ങളൊക്കെ നേദിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിലെത്തുന്ന മാവേലിയെ സ്വീകരിച്ച് ആദരിച്ച് അതിനുശേഷമാണ് മറ്റ് ആഘോഷങ്ങളിലൊക്കെ കടക്കുക എന്നുള്ളതാണ്. കോടിയൊടുപ്പിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഒരു പുതിയ ഓണക്കോടിയുടെ നൂല് ഈ ഇതിലൊക്കെയാണ് കെട്ടി. അങ്ങനെയൊക്കെയാണ് ഈ വള്ളുവനാടിൻ്റെ ഒരു ഓണാഘോഷത്തിൻ്റെ ശൈലിയും രീതിയും. നല്ല മഴയാണ്, അതുകൊണ്ട് ഈ പുറത്ത് പോയിട്ടുള്ള കളിയൊക്കെ എത്രമാത്രം ഉണ്ടാകുമെന്നൊന്നും പറയാനാകില്ല. കാരണം നല്ല മഴയാണ് ഇവിടെയൊക്കെ പെയ്യുന്നത്. ഇത്തവണ അത്തവും കറുത്തു ഓണവും കറുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരവസ്ഥ. എൽദോ, അനുമോദേ, ഈ സദ്യവട്ടമൊക്കെ ഒരുങ്ങിയോ? ബാക്കിൽ നിൽക്കുന്ന ആ അമ്മമാരെ കൂടി ഒന്ന് കാണിച്ചു ചെയ്യാം. അവര് ഇങ്ങനെ വളരെ കൗതുകത്തോടെ നിൽക്കുന്നുണ്ട്. അവരാണല്ലോ ഏറ്റവും ഗംഭീരമായിട്ട് ഓണം പഴയ തലമുറ ആഘോഷിച്ചിരുന്നത്. ആലിന്റെ കൊമ്പൊത്തിലൊരുണ്ണി പിറന്നു ഉണ്ണിക്ക് കൊച്ചാനും തുടിക്കോലും പറയും പറക്കോലും കൂടെ പൂവിൽ പിറന്ന പൂവേ അതെ, എന്തൊക്കെയാ സദ്യവട്ടങ്ങള്? കാളനോലൻ, അവിയൽ, എലിശ്ശേരി, സാമ്പാറ്, പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ പായസം, നാരങ്ങ പുളിയഞ്ച്, ഉപ്പേരി 2 കൂട്ടം, പപ്പടം, മുളകാ പച്ചടി, പുളിയഞ്ചി അല്ല മുളകാ പച്ചടി എല്ലാം ഉണ്ട്. 2 ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഗംഭീര സദ്യ. അപ്പോൾ അതാണ് അടുക്കളയിൽ സദ്യവട്ടങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പുറത്ത് മഹാബലിയുടെ പൂജയെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളത്തിനൊക്കെ അതുകൊണ്ട് അല്പം വിഷമാണ്. അവർ ഉദ്ദേശിച്ച പോലെ പുറത്തിറങ്ങി കളിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം അവർക്കൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അത്തം കറുത്തു ഓണവും കറുത്തു. എത്രമാത്രം മഴ ഇന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തോ റൈറ്റ്, അതാണ് അനുമോദ് കാണിച്ച നൽകിയ ദൃശ്യങ്ങളുണ്ടല്ലോ. അതാണ് സൈറ, ഈ അവിടുത്തെ ഒരു ഓണം ഒരു വല്ലാത്തൊരു രസമുള്ള ഒരു ഓണമാണ്. കുറച്ചുകൂടി ഗ്രഹാതുരത്വമൊക്കെ നമുക്ക് തോന്നും ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ. നമ്മൾ ഇപ്പോൾ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അത് ഈ ടൗണിലേക്ക് മാറി, അതിൻ്റെ ഒരു രീതി മാറി ഈ വള്ളുവനാട്ടിൽ. പക്ഷെ ഇപ്പോഴും ഇപ്പോൾ അനുമോദിന്റെ അച്ഛനൊക്കെ ആ ഓണത്തിന്റെ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അത് തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.